അവരാൽ നൽകപ്പെട്ട തൈർ എന്നുള്ളത് സംസ്കൃതത്തിൽ വായിക്കുമ്പോ നമ്മള് മോരിൽ നിന്നുണ്ടാവണ തൈരല്ല. സംസ്കൃതം അറിയാത്തവര് ശ്രദ്ധിക്കണം. തൈ രണ്ട് കുത്താണത്. തൈ എന്നുള്ളതിന് അവരാൽ നൽകപ്പെട്ടിരിക്കുന്ന ദത്തമായിരിക്കുന്നതൊക്കെ, ആ തന്നിരിക്കുന്നതൊക്കെ യോ ഭുങ്ക്തേ, ആരെ എടുത്തു വെച്ച് ഭുജിക്കുന്നുവോ, ഷെയർ ചെയ്യാതിരിക്കുന്നുവോ, സസ്തേനയേവസ, അവനാണ് കള്ളൻ. ആരാണ് കള്ളൻ? തനിക്ക് കിട്ടിയിരിക്കുന്നത് തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം എടുത്തു വെക്കുന്നവരാണ് കള്ളൻ എന്ന് പറയുന്നത്. ഷെയറിങ് മൈൻഡ് ഇല്ലാത്തവരൊക്കെ കള്ളന്മാരാണ്. വെറുതെ അല്ല ഭഗവാൻ ചിലരുടെയൊക്കെ ജീവിതം ദുരിതാക്കി തരുന്നത്. അപ്പൊ കള്ളൻ എന്നൊക്കെ പറയുമ്പം നമ്മളിലേക്കൊന്ന് നോക്കുക, ഭഗവാനെ ഞാനൊരു കള്ളനാണോ എന്ന്. അപ്പൊ നമ്മളൊക്കെ ഒരു കള്ളന്മാര് തന്നെയാണ്. കാരണം പലതും നമുക്ക് തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണ്. അതൊക്കെ നമ്മൾ പങ്കുവെക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോ കള്ളൻ ആരാണ്? എന്തിനാ നിങ്ങൾ അടുത്ത ആളെ നോക്കുന്നത്? കള്ളൻ എന്ന് പറഞ്ഞപ്പോ അടുത്തിരിക്കുന്ന ആളല്ല കള്ളൻ. ആരാണോ കിട്ടിയതിനെ എടുത്തു വെച്ചിട്ട് പങ്കുവെക്കാതിരിക്കുന്നത് അവരൊക്കെ കള്ളന്മാര് തന്നെയാണ്. എളുപ്പമാണ് മറ്റുള്ള ഒരാളെ നോക്കാൻ. നീ തന്നെയാ കള്ളൻ. സൗകര്യമാണല്ലോ നമുക്ക്. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അത്ഭുതം തന്നെയാണേ. അപ്പോ ഇത് പരിശീലിച്ചെടുക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഏത് പരിശീലിക്കണം? കള്ളനാവാനല്ല, അത് വേഗം സാധിക്കരുത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് നമുക്ക് ദേവന്മാര് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ അത്ഭുതങ്ങളാണ്. നമുക്ക് കാഴ്ച തന്നിട്ടുണ്ട് അല്ലേ? എത്രയോ ആളുകൾക്ക് കാഴ്ചയില്ലാത്തവരുണ്ട്. നല്ലത് കാണാനുള്ളൊരു കഴിവ്, നല്ലത് ചെയ്യാനുള്ളൊരു കഴിവ്. അപ്പൊ ഈ കാഴ്ചയുള്ളത് കൊണ്ട് നമുക്ക് പ്രകൃതിയെ സുന്ദരമാക്കി വെക്കാനുള്ളൊരു കഴിവുണ്ട്. ഈ പ്രകൃതിയെ നമ്മൾ സുന്ദരമാക്കി വെക്കണം. അപ്പൊ നമ്മുടെ വീടിനായാലും ചുറ്റുപാടായാലും അത് നമ്മളൊരു സുന്ദരമാക്കി വെക്കണം. നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണത്. കണ്ണുകൊണ്ട്, കൈകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സേവനമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും വേണ്ടി ഏതോ കൈകൾ കാത്തിരിക്കും. ഇതുപോലെ നമുക്ക് വാക്കുകൾ തന്നിട്ടുണ്ട്, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ഇങ്ങനെ അനവധി ഉപകരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവരാൽ നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകളൊക്കെ കേവലം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സമ്പത്ത് നേടിക്കൊണ്ട് വീടും വെച്ച് അതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ കള്ളന്മാരാണ്. അപ്പൊ നമ്മൾ പങ്കുവെക്കാൻ പഠിക്കണം.